നമുക്കിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു അക്രിലിക് പെയിൻറ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ കുറച്ച് ബേബി പൗഡറും പോൺസിൻ്റെ പൗഡറും പിന്നെ ഫെവിക്കോളും പിന്നെ കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ കുറേ പേരെല്ലാം പാസ്റ്റോ പാരീസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് പേസ്റ്റും വെള്ളവും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക. എൻ്റെ ഗം ഇച്ചിരി ഭയങ്കര കട്ടിയുള്ള ഗമ്മായിരുന്നതുകൊണ്ട് ഞാൻ കുറേ നേരം നല്ലോണം അത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ പേസ്റ്റൽ കളേഴ്സ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പേസ്റ്റൽ കളേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് വെച്ച് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ സ്കെച്ച് പെന്നിൽ നിന്നുള്ള നമ്മൾ അകത്തു നിന്നുള്ള സാധനം എടുത്തിട്ട് ഗ്രീൻ കളറായി അതിൽ നിന്നാണ് ഞാൻ ഈ ഗ്രീൻ കളറിൻ്റെ ഈ പേസ്റ്റൽ കളർ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് നല്ലോണം മിക്സ് ആക്കുക. കുറേ ടൈം എടുക്കുന്ന കുറച്ച് നേരം മിക്സ് ആക്കുക. പിന്നെ ഞാൻ റെഡ് കളറിൻ്റെ അക്രിലിക് പെയിൻറ്റ് മിക്സ് ആക്കിയിട്ടാണ് ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ബ്ലൂ കളറിൻ്റെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ബ്ലൂ കളർ പേസ്റ്റൽ ഷെയ്ഡ് ഉണ്ടാക്കി. പിന്നെ ഞാൻ ഒരു വൈറ്റിൻ്റെ മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എങ്ങനെ ഇരിക്കുന്നു. സ്കെച്ചിനെക്കാട്ടും നന്നായിട്ട് അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നിയായിരുന്നു. ഞാനപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പർപ്പിൾ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇത് കറക്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്